ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷി വിളിച്ചതനുസരിച്ച് സാഗറും സുജാതയും ദേവിജിയുടെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലായിരുന്നപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും തന്നെ ആശ്രയിച്ചിരുന്ന തൻ്റെ മകൻ ഇപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സുജാതയ്ക്ക് അത്ഭുതവും അതോടൊപ്പം സങ്കടവും തോന്നുന്നുണ്ട്. അമ്മയുടെ മുൻപിൽ തൻ്റെ ഡ്രസ്സ് പുറത്ത് കല്ലിലിട്ട് അലക്കുന്നൊക്കെയുണ്ട്. ഇതൊക്കെ കണ്ട് സുജാതയ്ക്ക് നല്ല വിഷമാകുന്നുണ്ട്. നീ ഞങ്ങൾക്ക് ജനിച്ച മകൻ തന്നെയാണെന്ന് സുജാതയ്ക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ സഹിക്കാവുന്നതൊക്കെ സുജാത പറയുന്നുണ്ടെങ്കിലും എനിക്ക് വലിയ ആളുകളുടെ സഹായമൊന്നും തൽക്കാലം വേണ്ട എന്ന് പറയാണ് കൃഷ്. ഇതേ സമയം ദേവിജിക്കോ ആർക്കോ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ജയമോഹനോട് ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട് മാനസ. ഇന്ന് ഡാഡി ഫുൾ ടൈം ഓഫീസിൽ ഉണ്ടാകണമെന്നും ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. അതും തൻ്റെ മകൾ എന്ത് ചെയ്താലും സപ്പോർട്ട് നിൽക്കുന്ന അയാൾ സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഹേമ, നിങ്ങൾ അച്ഛനും മകൾക്കും എന്താണെന്നും ഇതൊക്കെ നടപ്പിലാകുമെന്നാണോ കരുതുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അവൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല എന്നും പറയാണ് ജയമോഹൻ. തിരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതില്ലാതാകേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നും മാനസ പറയുന്നു. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മാനസ.